ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസം അകലെയാണെങ്കിലും സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ ആലസ്യം ഒട്ടുമില്ല എന്നുള്ളതാണ്. കനത്ത ചൂടാണ്. ആ ചൂടിനെ വകവയ്ക്കാതെ പൊരിവെയിലത്തും ജനങ്ങളെ കാണുകയാണിവർ. വികസനവും വിലക്കയറ്റവും ഒക്കെ തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളുടെയും പ്രചാരണ വിഷയം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ, ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, പാലക്കാട് നിന്നും വിനേഷ് കുമാർ, മലപ്പുറത്ത് നിന്നും CV അനുമോദ്. ആദ്യം ശരണ്യയിലേക്ക്. ശരണ്യ, ആലപ്പുഴയിൽ ഏത് രീതിയിലാണ് പ്രചാരണം കൊഴുക്കുന്നത്? വലിയ ചൂടുണ്ട്. എന്തൊക്കെ വിഷയങ്ങളാണ് ഏറ്റവും പുതുതായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നിട്ടുള്ളത്? അശ്വതി, ആലപ്പുഴയിൽ വലിയ ചൂടാണ്. അതിനേക്കാൾ വലിയ ചൂട് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് നമുക്കറിയാം KC വേണുഗോപാലിന്റെ ഒക്കെ ഒരു മത്സരം, അദ്ദേഹത്തിന്റെയൊക്കെ ഒരു സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി ആലപ്പുഴ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ മുന്നണികളും വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആലപ്പുഴയെ സംബന്ധിച്ച് ശ്രദ്ധേയമായ കാര്യം. അതിനകത്ത് NDA ശോഭാ സുരേന്ദ്രനെയും ഒപ്പം തന്നെ LDF സിറ്റിംഗ് MP AM ആരിഫിനെയും ഇറക്കി തന്നെയാണ് ആ തിരഞ്ഞെടുപ്പിനെ അതിജീവിക്കാനായി തയ്യാറെടുക്കുന്നത്. ഒപ്പം തന്നെ KC വേണുഗോപാൽ എത്തിയതോടെ കോൺഗ്രസ് ക്യാമ്പുകളിലും വലിയ ആവേശം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോ സ്ഥാനാർത്ഥികളുടെയൊക്കെ പ്രചരണ പരിപാടികൾ ഇന്ന് AM ആരിഫ് വിവിധയിടങ്ങളിൽ, അതായത് മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിലുള്ള പ്രമുഖ വ്യക്തികളെ സന്ദർശിക്കുമെന്നുള്ളതാണ്. വൈകിട്ട് 3-ന് ആരിഫിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗാനം റിലീസ് ചെയ്യുന്നുണ്ട്. അത് EMS സ്റ്റേഡിയത്തിലാണ് ആ പരിപാടി നടക്കുന്നത്. ചലച്ചിത്ര താരം നാദിർ ഷാ ഹരിശ്രീ അശോകന് നൽകിയാണ് ഈ ഓഡിയോ ലോഞ്ച് ഈ ഗാനം ഇന്ന് പുറത്തേക്ക് എത്തിക്കുക. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളും ഒക്കെയായി നമ്മുടെ തെരുവീതികൾ അത്തരം ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ആലപ്പുഴ കടക്കുന്നു എന്നുള്ളതാണ്. KC വേണുഗോപാൽ ഇന്ന് ആലപ്പുഴയിൽ അദ്ദേഹം എത്തില്ല. അദ്ദേഹത്തിന് സംഘടനാപരമായ ചുമതലകൾ ഇന്നുകൂടി കുറച്ച് കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം നാളെ അദ്ദേഹം എത്തുമെന്നുള്ളതാണ്. കരുനാഗപ്പള്ളിയിലും കായംകുളത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ റോഡ് ഷോ നടത്തിയപ്പോൾ അത് ഹരിപ്പാട് മുതുകുളത്ത് വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. കരുനാഗപ്പള്ളി മണ്ഡലത്തിലും കായംകുളം മണ്ഡലത്തിലും റോഡ് ഷോ നടത്തേണ്ടതുണ്ട്. അത് പൂർത്തീകരിക്കും. UDFന്റെ മണ്ഡലം കൺവെൻഷനുകളും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഹരിപ്പാടാണ് കൺവെൻഷൻ നടക്കുക. LDF മണ്ഡലം കൺവെൻഷനുകളും മറ്റ് കൺവെൻഷനുകൾ പൂർത്തീകരിച്ച് ഇനി ബൂത്ത് തല കൺവെൻഷനുകൾ കടക്കുന്നു. അത് 25-ാം തീയതിയോടുകൂടി പൂർത്തീകരിക്കും. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇന്ന് ആലപ്പുഴയിൽ പ്രമുഖ വ്യക്തികളെ കാണുന്നതിന് വേണ്ടിയാണ് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചാണ് അവർ ഉള്ളത്. അതിനുശേഷം പിന്നീട് മറ്റ് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി സ്ഥാപനങ്ങളൊക്കെയുള്ള ഇടങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. മാവേലിക്കര മണ്ഡലം, 2 മണ്ഡലങ്ങളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. ഒന്ന് ആലപ്പുഴയും മറ്റൊന്ന് മാവേലിക്കരയുമാണ്. മാവേലിക്കര മണ്ഡലത്തിൽ അരുൺകുമാർ ഇന്ന് വിവിധ ഇടങ്ങളിലായി കേന്ദ്രീകരിച്ച് കുന്നത്തൂർ അടക്കമുള്ള പ്രദേശങ്ങളാണ് അരുൺകുമാർ കേന്ദ്രീകരിക്കുക. പത്തനാപുരമാണ് ഇന്ന് അദ്ദേഹം ഉള്ള സ്ഥലം. അവിടെയാണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം അടക്കമുള്ള സ്ഥലങ്ങളിലും ആണ് ഇന്ന് അരുൺകുമാറിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ LDF സ്ഥാനാർത്ഥിയുടെ നടക്കുക. അതേസമയം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ഇന്ന് കുന്നത്തൂർ മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം 3 മണിയോടുകൂടി കുട്ടനാടെത്തും. ബൈജു കലാശാലയും ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ച് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. LDFന്റെ തെരഞ്ഞെടുപ്പ് സ്ക്വാഡുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകളുടെയും ഒപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെയുള്ള 5 പേർ വീതമുള്ള ഒരു സ്ക്വാഡ് വിവിധ ഇടങ്ങളിലായി ഇറങ്ങിയിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളിലാണ് LDFന്റെ ഒരു പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് CAA പോലെയുള്ള സംഭവം, പൗരത്വ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങൾ അത് പ്രചാരണ ആയുധമായി കൊണ്ടുപോകാൻ LDF ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ തവണ 2 ന്യൂനപക്ഷ സ്ഥാനാർത്ഥികൾ മത്സരിച്ചപ്പോൾ ഭിന്നിച്ചു പോയ വോട്ടുകൾ ഇത്തവണ AM ആരിഫ് എന്ന ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയിലൂടെ അത് കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. അതേസമയം തന്നെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകളും വളരെ പ്രാധാന്യമാണ് LDFനെ സംബന്ധിച്ചുള്ളത്. അതേസമയം BJP കഴിഞ്ഞ തവണത്തെ പോലെയുള്ള വോട്ടുകൾ ഇത്തവണ പിടിച്ചില്ലെങ്കിൽ അത് KC വേണുഗോപാലിന് ഗുണകരമാകും എന്നുള്ളതാണ്. മാത്രമല്ല ന്യൂനപക്ഷ കോട്ടകളിൽ KCക്ക് ഒരു വ്യക്തിബന്ധങ്ങൾ ഉൾപ്പെടെ ധാരാളമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു ഇളക്കം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ, അത് വോട്ടായി മാറിയാൽ ഒരുപക്ഷെ KCക്ക് അത് കൂടുതൽ ഗുണകരമാകും. എന്തായാലും വിവിധ സ്ഥാനാർത്ഥികൾ അവരുടേതായ ആത്മവിശ്വാസങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇന്നലെ ശോഭാ സുരേന്ദ്രൻ പലയിടങ്ങളിലും BJPയും കോൺഗ്രസും ഒപ്പം തന്നെ CPM-ഉം ഒറ്റക്കെട്ടായാണ് പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്.
കരിമണൽ അടക്കമുള്ള വിഷയങ്ങൾ പറയുന്നുണ്ട്. അത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കൺവെൻഷനുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അത് കഴിഞ്ഞ് കൂടുതൽ സ്ക്വാഡുകൾ, അതായത് വിവിധ സ്ഥാപനങ്ങൾ ഒക്കെ ഉള്ള ഇടങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ കയറി തുടങ്ങും. എന്തായാലും കടുത്ത ചൂട് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ചൂടുമുള്ള ഒരു ഇടമായി ആലപ്പുഴ മാറിയിരിക്കുന്നു. ആലപ്പുഴയുടെ തീരദേശ മേഖലകളിലൊക്കെ വലിയ ആവേശം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഈ രീതിയിൽ ഇപ്പോൾ വലിയ ആവേശകരമായ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായാണ് ആലപ്പുഴ മുന്നോട്ട് പോകുന്നത്. അതാണ് ആലപ്പുഴയുടെ പ്രചാരണ ചിത്രമാണ് ശരണ്യ സ്നേഹജൻ നൽകിയത്. ഞാൻ ഡാൻ കുര്യനിലേക്ക് പോകുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങളുമായി ഡാൻ ആണ് ചേരുന്നത്. ഡാൻ, തിരുവനന്തപുരത്ത് എങ്ങനെയാണ് അവസ്ഥ? പ്രചാരണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഏതൊക്കെ മേഖലകളിലാണ് ഈ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾ ഓടിയെത്താൻ ശ്രമിക്കുന്നത്? ഡാൻ, കേൾക്കാമോ? ഏതൊക്കെ മേഖലകളിലേക്കാണ് ഇന്ന് സ്ഥാനാർത്ഥികൾ എത്തുന്നത് എന്നായിരുന്നു എന്റെ ചോദ്യം. അശ്വതി, ഇന്ന് ശശി തരൂർ നെയ്യാറ്റിൻകര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ നെയ്യാറ്റിൻകരയിലാണ് വിവിധ പ്രദേശങ്ങളിൽ ദേവാലയങ്ങൾ, അതോടൊപ്പം തന്നെ പൗരപ്രമുഖർ, അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ, ആ സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവരുമൊക്കെ ആയിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നെയ്യാറ്റിൻകരയിൽ നിന്ന് തുടർന്ന് മാധ്യമങ്ങൾ ഒരുക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്ന തിരക്കുകളിലേക്കായിരിക്കും ശശി തരൂരിന്റെ ഇന്നത്തെ പ്രചാരണ പരിപാടികൾ കടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ നഗരത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തീരമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് ലത്തീൻ സമുദായത്തിന്റെ വോട്ട് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളടക്കം ഏറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ പൂർണ്ണമായി ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ NDA സ്ഥാനാർത്ഥിയുടെയും ആ ക്യാമ്പിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. പന്ത്യൻ രവീന്ദ്രനും സമാനമായ തരത്തിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ ജില്ലയുടെ അതിർത്തി മേഖലകൾ തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രചാരണം നടത്തുന്നത്. എന്തായാലും ആ പ്രചാരണത്തിന്റെ ആവേശം അത് പാരമ്യത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് തലസ്ഥാന ജില്ലയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ആറ്റിങ്ങലിലും സമാനമായ തരത്തിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. ത്രികോണ മത്സരം തന്നെ നടക്കുന്ന ആറ്റിങ്ങലും സ്ഥാനാർത്ഥികൾ തമ്മിൽ വലിയ തരത്തിലുള്ള വാക്പോരിലേക്ക് വരെ കടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടാണ് ആറ്റിങ്ങലിലെ പ്രചാരണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വതി, ശരി ഡാൻ, അതാണ് തിരുവനന്തപുരത്തെ ചിത്രമേ. നമുക്ക് പാലക്കാട്ടേക്ക് പോകാം. വിനേഷ് കുമാറാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിനേഷ്, ഇന്നലെ പ്രധാനമന്ത്രി വന്നു പോയതിന്റെ ഒരു ആലസ്യമുണ്ടോ? അവിടുത്തെ സ്ഥാനാർത്ഥികളെല്ലാം ഊർജ്ജമായി പ്രവർത്തിക്കുന്നുണ്ടോ? മറ്റ് സ്ഥാനാർത്ഥികളുടെ, ഇടത് വലത് സ്ഥാനാർത്ഥികളുടെ ഒക്കെ പ്രചാരണം ഏത് രീതിയിലാണ്? എവിടെയാണ് ഇന്ന് പ്രചാരണം നടത്തുന്നവർ? അശ്വതി, 40 ഡിഗ്രിയോളം ചൂടാണ് ഇപ്പോൾ പാലക്കാട് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം 39.26 ആയിരുന്നു. അതിന് തൊട്ടു മുമ്പ് 39.75 ആയിരുന്നു. നമുക്കറിയാം, അത്രയും വലിയ ചൂട് അനുഭവപ്പെടുന്നതിനിടയിലും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ സജീവമായി രാവിലെ തന്നെ ഇറങ്ങും. എല്ലാ കേന്ദ്രങ്ങളിലും കൃത്യമായി തന്നെ അവരെത്തുന്നുണ്ട്. ആദ്യഘട്ട പ്രചാരണം ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ് LDF സ്ഥാനാർത്ഥി. UDF ആകട്ടെ, ഈ 24 മുതലാണ് സജീവമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പോവുകയുള്ളൂ എന്നാണ് പാലക്കാട് UDF സ്ഥാനാർത്ഥിയായ VK ശ്രീകണ്ഠൻ പറഞ്ഞിട്ടുള്ളത്. അതുവരെ വീടുകൾ കയറിയും വേണ്ട അടുത്ത സുഹൃത്തുക്കളെയും മറ്റും അടുത്ത ബന്ധുക്കളെയും മറ്റും സന്ദർശിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പക്ഷേ BJPയുടെ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ഒരു മാസം മുമ്പ് തന്നെ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ LDF സ്ഥാനാർത്ഥിയായ A വിജയരാഘവനും പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും അവർ ബഹുദൂരം പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലാണ്. പക്ഷേ VK ശ്രീകണ്ഠൻ കൃത്യമായ ചില പോക്കറ്റുകൾ, തനിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങൾ, ഇവിടെ പേഴ്സണൽ സന്ദർശനം നടത്തുകയും ഇവരുടെ വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. എന്തായാലും VK ശ്രീകണ്ഠന്റെ കാടിളക്കിയുള്ള ഒരു പ്രചാരണം ആരംഭിച്ചിട്ടില്ല. അത് അടുത്ത ദിവസങ്ങൾ 24 ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്ന് ശ്രീകണ്ഠൻ ഇവിടെയുണ്ട്, പാലക്കാട് നഗരത്തിലുണ്ട്. ഇന്ന് ചില മരിച്ച വീടുകളിലും മറ്റും സന്ദർശനം നടത്തും എന്നാണ് പറയുന്നത്. അതേസമയം LDF സ്ഥാനാർത്ഥിയായ A വിജയരാഘവൻ ഇന്ന് കോങ്ങാട് നിയമസഭാ മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തുന്നത്. പല്ലശ്ശനയിലും അതുപോലെ തന്നെ മറ്റ് കേരളശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇന്ന് പ്രചാരണം നടത്തുക. BJP NDA സ്ഥാനാർത്ഥി ഇന്ന് നഗരത്തിന്റെ ചില ഭാഗങ്ങൾ, നഗരത്തിലുള്ള പാലക്കാട് മണ്ഡലത്തിലെ ചില ഭാഗങ്ങളിലാണ് സന്ദർശനം നടത്തുന്നത്. ഒപ്പം തന്നെ ആലത്തൂരാണ് മറ്റൊന്ന്. ആലത്തൂർ നമുക്കറിയാം, മന്ത്രിയാണ് അവിടെ LDFന്റെ സ്ഥാനാർത്ഥി, മന്ത്രി K രാധാകൃഷ്ണൻ.
ഇന്ന് അവിടെ പ്രചാരണം നടത്തുന്നുണ്ട്. ചിറ്റൂരാണ് അദ്ദേഹം. ചിറ്റൂർ മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങളിലും മറ്റും അദ്ദേഹം പ്രചാരണം നടത്തി വരുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ മന്ത്രിയുടെ പ്രചാരണം ആരംഭിച്ചു. അവിടെയും ചില രാഷ്ട്രീയ പരിപാടികളും മറ്റുമുണ്ട്. അതിലെല്ലാം തന്നെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. മറ്റൊന്ന് രമ്യ ഹരിദാസ് ആണ്. രമ്യ ഹരിദാസ് ഇന്ന് തൃശ്ശൂർ ജില്ലയിലാണ്. നമുക്കറിയാം ആലത്തൂർ മണ്ഡലത്തിന്റെ 3 നിയമസഭാ മണ്ഡലങ്ങളും ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇന്ന് ചേലക്കര ഭാഗത്താണ് രമ്യ ഹരിദാസ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തായാലും അടുത്ത ഈ 3 മണ്ഡലം കവർ ചെയ്തതിന് ശേഷമായിരിക്കും ഇവർ പാലക്കാട് ജില്ലയിലേക്ക് വരിക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ പാലക്കാടിന്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ത്രികോണ മത്സരം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ തവണ അതായത് LDF വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമായിട്ട് പോലും കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠനാണ് ഇവിടെ വിജയക്കൊടി പാറിച്ചത്. എന്നാൽ ഇത്തവണ ഈ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെയാണ് പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവനെ തന്നെ ഇറക്കിയിട്ടുള്ളത്. എന്തായാലും VK ശ്രീകണ്ഠൻ ഇവിടെ പരിചിതനാണ്, ജനകീയനാണ്. കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം വോട്ട് തേടുന്നത്. പക്ഷേ ഇടതു സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിജയരാഘവൻ. ഒപ്പം തന്നെ ഈ കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയം, കേരളത്തോടുള്ള പ്രതികാര മനോഭാവം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമായും വിജയരാഘവൻ വോട്ട് തേടുന്നത്. BJP ആകട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 5 വർഷക്കാലം കേന്ദ്ര സർക്കാർ കേരളത്തിന് ചെയ്തിരിക്കുന്ന നേട്ടങ്ങളും പാലക്കാടിന് ലഭിച്ചിരിക്കുന്ന പദ്ധതികളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് വോട്ട് തേടുന്നത്. ആലത്തൂരിൽ ശക്തമായ പോരാട്ടമാണ്. കാരണം ഇടതു കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കഴിഞ്ഞ തവണയാണ് രമ്യ ഹരിദാസ് ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചുപിടിക്കാൻ ഒരു മന്ത്രി ഇറക്കിയിട്ടാണെങ്കിലും അത് തിരിച്ചുപിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ആയിരുന്നു CPM-ന്റേത്. അതുകൊണ്ടാണ് K രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കും ഇവിടെ പ്രചാരണത്തിനിറങ്ങുന്നത്. നമുക്കറിയാം കേരള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 1972 CH മുഹമ്മദ് കോയയും 1998 AC ഷൺമുഖദാസും കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി നമുക്ക് ആലത്തൂർ മണ്ഡലത്തിലുണ്ട്. എന്തായാലും മത്സരം ചൂടുപിടിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പാലക്കാട് ചൂടിനും കാഠിന്യം വർദ്ധിച്ചു വരികയാണ്. ശരി, S ദിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി മലപ്പുറത്തേക്ക് പോകാം. CV അനുമോദ് ചേരുന്നു. അനുമോദ്, 1 ചൂട്, 2 നോമ്പുകാലമാണ്. എങ്ങനെ പുരോഗമിക്കുന്നു അവിടെ സ്ഥാനാർത്ഥികളുടെ പര്യടനം? ആദ്യഘട്ടമാണ്. എവിടേക്കൊക്കെയാണ് ഓടിയെത്തുന്നത് സ്ഥാനാർത്ഥികൾ? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ റമദാൻ നോമ്പുകാലം ഇവിടെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അവരുടെ ഷെഡ്യൂളുകൾ അതിനനുസൃതമായ രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ മലപ്പുറം മണ്ഡലത്തിൽ LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളുടെ പ്രചരണം മഞ്ചേരിയിലാണ് UDF സ്ഥാനാർത്ഥിയായ E.T. മുഹമ്മദ് ബഷീറുള്ളത്. അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥി പെരിന്തൽമണ്ണയിലാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ രാവിലെ ഒരു 10 മണി വരെ സ്ഥാനാർത്ഥികൾ വോട്ടേഴ്സിനെ കാണുന്നു. അതിനുശേഷം ഇൻഡോർ മീറ്റിങ്ങുകളും സൗഹൃദ സദസ്സുകൾ, രാഷ്ട്രീയ ചർച്ചകൾ, അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് നേരിട്ട് ജനങ്ങളെ ഫോണിൽ വിളിച്ച് വോട്ടഭ്യർത്ഥിക്കുക, തരത്തിലുള്ള പരിപാടികളാണ് ഇവിടെ പ്രധാനമായിട്ടും ഇപ്പോൾ UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ വാഹന പ്രചാരണവും കുത്തിയുള്ള വലിയ ജാഥയും സമ്മേളനങ്ങളൊക്കെ മിക്കവാറും ഏപ്രിൽ 10 ശേഷം മാത്രമേ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ ഉണ്ടാകൂ എന്ന വിവരമാണ് നമുക്ക് അവരുടെ ക്യാബിൽ നിന്ന് ലഭിക്കുന്നത്. ഒന്നാമത്തെ കാരണം അതിൻ്റെ ഈ ഒരു സമയം ഒരുപാടുണ്ട്. മാത്രമല്ല റമദാൻ കാലമായതുകൊണ്ട് തന്നെ പകൽ ഇത്രയും വലിയ ആഘോഷമായിട്ട് ഈ ഒരു ക്യാമ്പയിൻ നടത്തുന്നതിൽ UDF മുന്നണി സ്ഥാനാർത്ഥികൾ അല്പം ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമുക്കറിയാം അതിൻ്റെ ഒരു സാഹചര്യം. അത്തരത്തിലാണ് UDF-ന്റെ പ്രചാരണം. കൃത്യമായ രാഷ്ട്രീയ സദസ്സുകൾ സംഘടിപ്പിച്ച് ഇൻഡോർ മീറ്റിങ്ങുകൾ, സൗഹൃദ സദസ്സുകൾ, അതുപോലെ തന്നെ ഗൃഹസന്ദർശനങ്ങൾ, പ്രമുഖ വ്യക്തികളെ പോയി കാണുക, ഇത്തരത്തിലാണ് ഇവിടെ പ്രചാരണം പുരോഗമിക്കുന്നത്. മലപ്പുറത്ത് പക്ഷേ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. NDA സ്ഥാനാർത്ഥിയുടെ മീറ്റ് ദി പ്രസ് മലപ്പുറത്ത് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ മോദിയുടെ റോഡ് ഷോയിൽ വാഹനത്തിൽ കയറ്റിയില്ല എന്ന ആക്ഷേപം അത് വലിയ ഒരു പ്രചരണായുധമാക്കിയിട്ട് തന്നെ NDA-ക്കെതിരെ മുന്നണികൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സലാമിനോട് വേർതിരിവ് കാണിച്ചത് പലതരത്തിൽ ഉള്ള കാരണം കൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞ് നേതാക്കൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ തന്നെ അതിനൊരു മറുപടി നൽകിയതാണ്. അതായത് മോദിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണം പൊന്നാനിയിലെ ഒരു ഭാഗം പാലക്കാട് ജില്ലയിലാണുള്ളത്.
ആ മണ്ഡലങ്ങളിൽ ജില്ലയിലെ സ്ഥാനാർത്ഥികൾ മാത്രം മതി, അതുപോലെ തന്നെ SPGയുടെ നിർദ്ദേശവും 3 പേർ മാത്രം കയറിയാൽ മതി എന്നുള്ളതായിരുന്നു. അതായത് തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല എന്നൊരു വിശദീകരണം സലാം നൽകുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വിഷയം NDAക്കെതിരെ പലതരത്തിൽ വിമർശനങ്ങളായിട്ട് ഉയരുന്നുണ്ട്. ഇന്ന് മീറ്റ് ദി പ്രസ്സിൽ ഒരുപക്ഷെ സലാം അതിൻ്റെ ഒരു മറുപടി വിശദീകരണം കുറെ കൂടി നൽകുമെന്നൊരു കണക്കുകൂട്ടൽ ഉണ്ട്. പൊന്നാനിയിലും തകൃതിയായിട്ട് തന്നെയാണ് പ്രചരണം നടക്കുന്നത്. LDFിൻ്റെ കൃത്യമായ പോക്കറ്റുകളിലായിട്ടാണ് അവരുടെ പ്രചരണം. ഒരു വാഹനങ്ങളിൽ വലിയ ആഘോഷമായിട്ടുള്ള പ്രചരണം എവിടെയും തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇൻഡോർ മീറ്റിങ്ങുകളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗഹൃദ സദസ്സുകളും അങ്ങനെ ഇഫ്താർ സംഗമങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ പ്രചരണങ്ങൾ പുരോഗമിക്കുന്നത്. എന്താണെങ്കിലും ഈ റമദാൻ അതിൻ്റെ അവസാന പാദത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും ഒരുപക്ഷെ പ്രചരണത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് ഇവിടെ എത്തുക. ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ മണ്ഡലങ്ങളിൽ ഓരോ റൗണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ മാത്രമല്ല സമയം മുൻപിലുണ്ട് എന്നത് ഇവരെ സംബന്ധിച്ച് പ്രചരണത്തിനേറെ ഗുണകരമാവുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് സ്ഥാനാർത്ഥികൾ വിലയിരുത്തുന്നതും. എന്താണെങ്കിലും മലപ്പുറത്തും പൊന്നാനിയിലും UDF സ്ഥാനാർത്ഥികൾ സൗഹൃദ സന്ദർശനങ്ങളും രാഷ്ട്രീയ ഇൻഡോർ മീറ്റിങ്ങുകളും അതുപോലെ തന്നെ സുഹൃത്ത് സംഗമങ്ങളും ഫോൺ വഴിയുള്ള പ്രചാരണമൊക്കെ ആയിട്ടാണ് അവരുടെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. LDF സ്ഥാനാർത്ഥിയും ഇൻഡോർ മീറ്റിങ്ങുകളല്ല, കൃത്യമായ ഇടങ്ങളിൽ ചെറിയ യോഗങ്ങൾ വിളിച്ച് അവിടെ എത്തി കാര്യങ്ങൾ വിശദീകരിച്ച് അത്തരത്തിലുള്ളൊരു ശൈലിയാണ് LDFന് ഉള്ളത്. ശരി അനുമോദ്, എന്തായാലും അതാണ് മലപ്പുറത്തെയും പൊന്നാനിയിലെയും ചിത്രം. എന്ത് തന്നെയായാലും ഓരോ ദിവസവും നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന, അണികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും വാക്കുകളും എല്ലാം തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകും. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ചർച്ചയാകുന്ന ഓരോ മണ്ഡലത്തിലും എന്നുള്ളതാണ്.